ഇന്ന് പിന്നെ ഞാൻ പോലീസായിട്ട് ഇരിക്കേട്ടാ. ഞാൻ പോലീസായിട്ട് ഹാർഡ് വർക്കില് കള്ളന്മാരൊക്കെ പിടിച്ച് എനിക്ക് ഗവൺമെന്റ് എനിക്കൊരു വണ്ടി വന്ന് സൂപ്പർ ബോളാറോ. നമുക്ക് ഈ വണ്ടി എടുക്കാം. ഇന്ന് കുറെ പേർക്കൊക്കെ ലീവ് കിട്ടി. എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനായി ലീവ് എടുത്ത്. എനിക്കങ്ങനെ ലീവ് എടുത്താലും എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എന്നെ തന്നെ വിളിക്കും. ഒരു മിനിറ്റ്, എന്നാരും വിളിക്കണ്ടല്ലോ, ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഹലോ ഹലോ, ഞാനാണ് പോലീസ് സ്റ്റേഷനിലെ കമ്മീഷണർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കേസാണ്. നീ എത്ര മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ വരണം? ശരി സർ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എനിക്കിപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ ഒരു മിഷൻ വന്നൊക്കെയാണ്. അപ്പൊ എനിക്ക് ആ മിഷൻ ചെയ്യാൻ എത്ര മണി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഗൈസ്, ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കേണ്ട. നമുക്ക് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറാം. ഓക്കെ ഓക്കെ, ഓട് 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 ഓട്. എനിക്കൊരു ട്രെയിനിങ് കിട്ടി. ഓടല് ശീലമായിപ്പോയി. എന്താ സാർ വിളിച്ചത്? സാർ എന്താ പുറത്ത് നിൽക്കണത്? എടാ, ഇന്ന് കുറെ പേർക്കൊക്കെ ലീവ് കൊടുത്തില്ലേ. അപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ പുറത്തൊരാളാണ് പോലീസ് സ്റ്റേഷനെ സംരക്ഷിക്കാനായിട്ട്. അപ്പൊ അപ്പൊ ഞാൻ പുറത്തേക്കാണ്. അപ്പൊ നിനക്ക് എന്താണ് വിഷൻ? നമ്മുടെ രാജേന്ദ്രൻ ഇല്ലേ? ഏത് രാജേന്ദ്ര? എടാ, രാജേന്ദ്ര എസ്, നിനക്കറിയില്ലേ? ആ, മനസ്സിലായി മനസ്സിലായി. ആളല്ല, ആളുടെ മോനാണ്. ആളുടെ മോൻ ഇന്നലെ രാത്രി കിഡ്നാപ്പറാണ്. ആള് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ മോനെ കാണാനില്ല. വാതിൽ തുറന്നു കിടക്കണ്. ഏത് വാതില്? എടാ, മെയിൻ ഡോർ. ഞാൻ ഇപ്പ ആ കൊച്ച് എവിടെയാന്ന് കണ്ടുപിടിക്കണോ? കണ്ടുപിടിക്കല് മാത്രമല്ല, ആ കൊച്ചിനെ കൊണ്ടുവരണം. ഈ പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും ബെസ്റ്റ് പോലീസാണ് നീ. അപ്പൊ നിനക്കേ അതിന് പറ്റുള്ളൂ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, ആ മൊബൈൽ നമ്പർ വരാ കൊച്ചു മോന്റെ. അപ്പൊ നീ ആ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്യ, അതായിരിക്കും നല്ലത്. അപ്പൊ നിനക്ക് പെട്ടെന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കാനാ. ശരി സോ, ഈ ലൊക്കേഷൻ ട്രേസ് ആക്കിയാണ് നമുക്ക് എത്ര മിനിറ്റ് ആ കൊച്ചിനെ കണ്ടുപിടിക്കാം. എന്റെ മൊബൈലിലോട്ട് കേട്ടടി ലൊക്കേഷൻ. GPS എല്ലാം കേട്ടടി. ഞാൻ എന്റെ മൊബൈലിലോട്ട് കയറ്റിക്കേണ്ട. നമുക്കിനി ആ സാറിന്റെ അടുത്ത് പറയാം. സാറേ, ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ആ കൊച്ചിനെ കൊണ്ടുവരാം. വേഗം കൊണ്ടുപോവാ. ശരി സാറേ, ഞാൻ വണ്ടി എടുക്കട്ടെ. ഓക്കെ, ഇനിയാ എന്തുട്ടാ പറയാ, കിഡ്നാപ്പറിനെ വെറുതെ വിടൂല. പിന്നെ ആ കൊച്ചിനെ വീട്ടിലേക്ക് കൊണ്ടാക്കണം. അതാണ് നമ്മളെ ഇന്നത്തെ മിഷൻ. ആദ്യത്തെ ലൊക്കേഷൻ എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. നമുക്കപ്പോ അങ്ങോട്ടേക്ക് പോവാ. ഓക്കെ, നമ്മ വണ്ടി എടുത്തൊക്കെയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാ. വണ്ടി എടുത്ത് വേഗം പടച്ചുകൂടി. സ്പീഡപ്പ്. ആ വണ്ടി അവിടുന്ന് മാറണതിന് മുമ്പ് നമുക്ക് ആ വണ്ടി ട്രേസ് ചെയ്യാം. നമ്പർ പ്ലേറ്റ് നോക്കണം, അതൊക്കെ നോക്കണം. ഓക്കെ, വേഗം. ഈ ഗവൺമെന്റ് വണ്ടിക്കാണ് ഈ സ്പീഡ് കിട്ടുക. ഈ വഴിയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അയാളെ വേഗം പിടിച്ചു. അയാളവിടെ മൊബൈലില് ആ കൊച്ചിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി. ഇനി ആ കൊച്ചിനും കണ്ടുപിടിക്കാൻ പറ്റൂല. നമ്മൾ കോർട്ടിലുള്ളവരുടെ അടുത്ത് ചോദിക്കുക, വണ്ടി എങ്ങനെ സ്പീഡിൽ പോണ ഏതെങ്കിലും വണ്ടി കണ്ടോന്ന്. നമുക്ക് ഇവിടെ ഒരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്ത് നിർത്താം. പോലീസ് സാറേ, ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് എല്ലാം ഇട്ടുണ്ട്. അതിനല്ല ഞാൻ ഇപ്പൊ വണ്ടി നിർത്തിപ്പിച്ചത്. നീ എങ്ങാനും വല്ല ഒരു വണ്ടി ടച്ച് സ്പീഡിൽ പോണ എങ്ങാനും കണ്ട? കണ്ടായിരുന്നു, ഒരു മസ്റ്റാങ്. വെറുതെ അല്ല എനിക്ക് അവനെ പിടിക്കാൻ പറ്റാത്തത്. എന്താ സോ? ഒന്നുമില്ല. ആ വണ്ടി എങ്ങോട്ടേക്കാ പോയത്? ഏത് ഡയറക്ഷൻ? സാറിന്റെ പിന്നിലൂടെയായിരുന്നു പോയത്. അതായത് സാർ ഇപ്പൊ നിക്കണ സ്ഥലം അതിന്റെ നേരാ. ശരി, ഓക്കെ, താങ്ക്സ്. ശരി സാർ. എനിക്ക് ആ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അവന് ഈ നേരെ പോയത്. നേരെ നമുക്ക് വേഗം വണ്ടി എടുക്ക്. വണ്ടി സ്റ്റാർട്ട് ആവാത്തത്. എന്റെ പൊന്നി സ്റ്റാർട്ടായി. ഓക്കെ, നേരെ പോ. ഒരു സാർ ഒരു മെസ്സേജ് ഇട്ടുണ്ട്, നോക്കട്ടെ. കമ്മീഷണറാ. പണിവാളി എന്താണ്ടൊക്കെയോ വേഗം സ്റ്റേഷനിലേക്ക് വരാൻ എന്തിനാണ്ടൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് ഇപ്പൊ വേഗം സ്റ്റേഷനിലേക്ക് പോവാ.
ഈ വണ്ടി മറിയല്ലേ ഗവൺമെന്റ് വണ്ടിയാണ്. എന്താ സാറേ വിളിച്ചത്? എടാ ഇപ്പൊ നിന്റെ കയ്യിൽ നിന്ന് വയ്ക്ക. നീ ഇത്തിരി കൂടി നേരത്തെ അവനെ കണ്ടുപിടിക്കായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും വരില്ലായിരുന്നു. അതിനിപ്പോ എന്താ പറ്റിയത്? പറ്റിയ എന്താണല്ലേ ആ ആ എന്തുട്ടാ അവന്റെ പേര് രാജേന്ദ്രന്റെ കൊല്ലപ്പെട്ട്. സത്യം? അയ്യോ.